സോ ഗൈസ് അങ്ങനെ നമ്മൾ ജെക്ക് പെർഫെക്റ്റ് പ്രിപ്പറേഷൻ ആർക്കിന് ശേഷം നമ്മൾ കള്ളിങ് മാർക്കിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. കള്ളിങ് മാർക്ക് എന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജെക്ക് മാങ്കിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പെടുന്ന ഒരു ആർക്കാണ് ഈ കള്ളിങ് മാർക്ക്. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 60+ ചാപ്റ്ററിൻ്റെ എങ്ങാണ്ടോ വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ മൊത്തം ഈ ഒരു കള്ളിങ് മാർക്കിൽ ഈ ഒരു കള്ളിങ് മാർക്കിൻ്റെ സ്റ്റോറിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു കള്ളിങ് ഗെയിം എന്താണ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഒരു കാര്യമൊന്നും അറിയില്ലെങ്കിൽ ഇപ്പോൾ മേലിപ്പോൾ ഒരു ഐക്കാർഡ് വന്നില്ലേ, അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. സോ അതിൽ ഞാൻ എന്താണ് ഈ ഒരു കള്ളിങ് ഗെയിമിൻ്റെ എൻ്റെ A to Z കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ മാക്സിമം അത് കാണാൻ പറ്റുമെങ്കിൽ കാണുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നുണ്ട്. സോ മാക്സിമം കാണാൻ നോക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റായി പറഞ്ഞത് നമ്മുടെ UG അതുപോലെ തന്നെ മെഗുമിയും കൂടി ഈ ഒരു കള്ളിങ് ഗെയിമിൽ തന്നെ 100 പോയിന്റ് തികഞ്ഞിട്ടുള്ള 2 ക്യാരക്ടേഴ്സായിട്ടുള്ള കാശ്മീരിയും അതുപോലെ തന്നെ നമ്മുടെ ഹിഗുറാമിനെയും കൂടി കണ്ടുപിടിക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് തന്നെ നമ്മുടെ സ്റ്റോറിൽ ഒരു പെൺകുട്ടി അതിൻ്റെ കണ്ണ് തുറക്കുന്ന പോലെ കാണിക്കുന്നത്. സോ ഒരു കണ്ണ് തുറക്കുന്ന തന്നെ ആദ്യം കാണുന്നത് നമ്മുടെ കെഞ്ചാക്കുനെയാണ്. സോ നമ്മുടെ കെഞ്ചാക്കു ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളല്ല ഈ ഒരു പെൺകുട്ടിൻ്റെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു കള്ളിങ് ഗെയിം ആണെന്നും അതുപോലെ നിങ്ങൾ ഈ ഒരു ബേരിൻ്റെ ഔട്ട്സൈഡ് ആണെന്നും പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം എന്നൊരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ ഈ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി. സോ നമ്മൾ കെഞ്ചാക്കി ഇവളുടെ കൈ പിടിച്ചിട്ട് ഈ ഒരു ബാരി തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. സോ ഈ ഒരു ബാരി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് കളറിൽ 10 കോളിനെ തന്നെ കവർ ചെയ്യുന്ന ഒരു സൈസ് ഉണ്ടെന്ന് പറയാം. സോ നമുക്ക് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹക്കാരി, കിരാര, അതുപോലെ തന്നെ പാണ്ട, UG, മെഗുമിയും കൂടി ഒരു ഡിസ്കഷനിലെത്താണ്. സോ ഇവർ ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏഞ്ചലിൻ്റെ പേര് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ എങ്ങനെ പറയണ്ടേ, ഈ ഒരു ഏഞ്ചലിൻ്റെ കേസ് ടെക്നിക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഗോജോനെ ഈ ഒരു പ്രസൻറ്റിൽ തന്നെ ഫ്രീ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നമ്മുടെ ഏഞ്ചൽ എന്നൊരു പേര് ശരിക്കത്തെ നെയിം ആയിക്കില്ല എന്നൊരു കൺക്ലൂഷൻ എത്താണ് ഇവർ 5 ആളും. സോ നമ്മുടെ ഏഞ്ചൽ കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ ഹിഗുറാമിനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളിങ് ഗെയിമിലേക്ക് എൻ്റർ ചെയ്യാൻ തീരുമാനിക്കാൻ നമ്മുടെ ഹക്കാരിയും പാണ്ടയും അതുപോലെ തന്നെ നമ്മുടെ UG, മെഗുമിയും. സോ നമ്മുടെ ഹക്കാരി നമ്മുടെ കിരാര എന്ന് പറയുന്നത് നീ എപ്പോഴും ഈ ഒരു ബാരിൻ്റെ ഔട്ട്സൈഡ് വേണം, അതായത് ഞങ്ങൾക്കൊരു ബാക്കപ്പിന് ഹെൽപ്പിന് വേണ്ടി നീ എപ്പോഴും വെളിയിൽ തന്നെ വേണം എന്നിട്ട് പറയുകയാണ്. പിന്നെ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ഹക്കാരിയും പാണ്ടയും ഒരു സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ UG, മെഗുമിയും വേറെ സൈഡിലും കൂടി ഈ ഒരു കള്ളിങ് ഗെയിമിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ നമുക്ക് കള്ളിങ് ഗെയിമിൻ്റെ അകത്ത് ഒരു ബോയ് അതുപോലെ തന്നെ ലേഡിയെന്ന് കാണിക്കുന്നുണ്ട്. സോ ഇവർ ടീം അപ്പ് ചെയ്തിട്ട് ഈ ഒരു കള്ളിങ് ഗെയിമിൽ എൻ്റർ ചെയ്യുന്ന പ്ലേയേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. സോ നമ്മുടെ UG, മെഗുമി ഇപ്പോൾ ഒരു കള്ളിങ് ഗെയിമിൽ തന്നെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ഒരു കയറിയ ടൈമിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ UG വേറൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിലായിരിക്കും ഈ ഒരു ടീമിൽ ഒരു പയ്യൻ ഒരു സിഗ്നൽ തന്നെ കാണിച്ചു കൊടുക്കുന്നത്. സോ എന്നാൽ ഇപ്പോൾ സിഗ്നൽ കാണിക്കുന്ന ടൈമിലായിരിക്കും ഈ ഒരു ലേഡി വന്നിട്ട് നമ്മുടെ UGനെ അറ്റാക്ക് ചെയ്യുന്നത്. സോ അതിനെ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ UGക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സോ പിന്നീട് നമ്മുടെ UG തൻ്റെ കേസ് എനർജി എല്ലാം എടുത്ത് തൻ്റെ ഫിസ്റ്റിലൊക്കെ ആക്കിയിട്ട് ഒരു അറ്റാക്ക് തന്നെ കൊടുക്കുകയാണ്. സോ ആ ലേഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി പറഞ്ഞ് നമ്മുടെ UG തിരിയുന്ന സമയത്തായിരിക്കും നീ എൻ്റെ പെണ്ണിനെ തൊടണോടാ പറഞ്ഞിട്ട് വേറെ ഒരുത്തം വരിക. സോ അവൻ്റെ തല നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊപ്പല്ലർ തന്നെ കറങ്ങുന്നുണ്ട്. വേറൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കള്ളിങ് ഗെയിമിന് തന്നെ മറ്റൊരു ഭാഗത്ത് ലാൻഡ് ചെയ്ത് നമ്മൾ മെഗുമി ഇപ്പോൾ ഒരു പെൺകുട്ടിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മെഗുമി അവളോട് തന്നെ ചോദിക്കേണ്ടത് എനിക്ക് എവിടെയാണ് ഈ ഹിഗുറാമ ഉള്ളത് അറിയാതെ ചോദിക്കേണ്ടത്. സോ അതിൻ്റെ ഉത്തരമായിട്ട് അവൾ പറയുന്നത് എന്നെ ആദ്യം തന്നെ നിന്നോട് ഞാൻ എപ്പോൾ പറഞ്ഞായിരുന്നു നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. സോ നമ്മൾ മെഗുമി ഓക്കെ സോറി എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുണ്ട് പറയാണ്. സോ ഇവള് നിന്നെ എന്നെ ഹെൽപ്പൊക്കെ ചെയ്യാം, മറിച്ച് നീ എൻ്റെ നൈറ്റാണോ, അതായത് നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രം പ്രോമിസ് തരികയാണ്, ഞാൻ ഹിഗുറാമ എവിടെയുള്ളതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരാം. സോ നമ്മൾ മെഗുമി തൊന്തരവായല്ലോ പറഞ്ഞിട്ട് ഓക്കെ അതിന് സമ്മതിച്ചും കൊടുക്കുകയാണ്. സോ മറു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ UG അതുപോലെ തന്നെ ഈ ഒരു പ്രൊപ്പല്ലർ തലയുള്ളവരും കൂടിയുള്ള ഇൻറ്റൻസ് ഫൈറ്റ് തന്നെ അവിടെ നടക്കുകയാണ്. ഓക്കെ ഈ ഒരു ഫൈറ്റിന് ലാസ്റ്റായിട്ട് ഇവൻ്റെ പ്രൊപ്പല്ലറിനൊപ്പം ഇവൻ്റെ തലമണ്ടിയും കൂടി അടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ UG. ബോധം പോയി ഇവനോട് ഇനി എങ്ങനെ ഹിഗുറാമിനെ പറ്റി ചോദിക്കടാ പറഞ്ഞിട്ട് ഇരിക്കുന്ന UGൻ്റെ അടുത്ത് UG നീ പറഞ്ഞ ആ ഹിഗുറാമ എന്ന സോസർ എവിടെയാണെന്ന് എനിക്കറിയാൻ പറഞ്ഞിട്ട് ഒരു ടീം അപ്പിൽ തന്നെ ആ ഒരു പയ്യൻ വന്നിട്ട് കാര്യം പറയുകയാണ്. സോ നമ്മുടെ UG നേരെ ഈ പയ്യനോട് ചോദിക്കാൻ എനിക്ക് എങ്ങനെ എൻ്റെ പേര് മനസ്സിലായി പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. സോ അവൻ പറയണേ എനിക്ക് നിന്നെ ജൂനിയർ ഹൈ തൊട്ട് അറിയാൻ പറഞ്ഞിട്ട് അവൻ്റെ ഒരു നിക്ക് നെയിം എന്ന് പറയാണ്. സോ ഈ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ ഇവനെ വിശ്വസിക്കുകയാണ് നമ്മുടെ UG. കാരണം ഈ ഒരു നിക്ക് നെയിം നമ്മുടെ UGക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ. പിന്നീട് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ UG ഈ ഒരു പയ്യനോടൊപ്പം അതുപോലെ തന്നെ മെഗുമി ഈ ഒരു ഗേളിൻ്റെ ഒപ്പമായിട്ട് നടക്കുകയാണ്. സോ നമ്മൾ രണ്ടാളും ഒരേ ടൈമിലായിട്ട് ചോദിക്കുന്ന പോലെ നമുക്കൊരു പാനൽ കാണിക്കുന്നുണ്ട്. അതായത് ഹിഗുറാമ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ 2 സ്പെസിഫിക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ UGൻ്റെ അതുപോലെ തന്നെ മെഗുമിൻ്റെ അതും. പിന്നീട് നമുക്ക് കാണിക്കുന്നത് UGൻ്റെ ഒപ്പമുള്ള ഒരു പയ്യൻ്റെ ഒരു ഫ്ലാഷ് ബാക്കാണ്. അതായത് ഇവൻ ജൂനിയർ ഹൈയിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും ബുള്ളിയേനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. സോ ഒരു ഗ്യാങ്ങിനെ പേടിച്ചിട്ടാണ് ഇവൻ ഈ ഒരു ബുള്ളിയേനെ ഗ്യാങ്ങിൽ തന്നെ ഒരു മെമ്പറായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു. സോ ഒരു പയ്യനെ ഒരു ബുള്ളിയേനെ സമയത്തായിരിക്കും നമ്മുടെ UG അവനെ ബുള്ളി ചെയ്യുന്നത് നിർത്താൻ പറഞ്ഞിട്ട് നമ്മുടെ UG കടന്നു വരുന്നത്. സോ അടുത്ത ഏരിയനെ കിട്ടി പറഞ്ഞിട്ട് ഇവർ നേരെ നമ്മുടെ UGയിലേക്ക് തിരിയാണ്. ബാറ്റ് നമ്മുടെ UG എല്ലാത്തിനും പിടിച്ചടിക്കുകയാണ്. സോ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ UGനെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. സോ അടുത്തേ നമുക്ക് കാണിക്കുന്നത് UGൻ്റെ ഒപ്പം അതുപോലെ തന്നെ മെഗുമിൻ്റെ ഒപ്പമുള്ള 2 ക്യാരക്ടേഴ്സ് നമ്മുടെ ഹിഗുറാമ ഉള്ള സ്ഥലം 2 സ്പെസിഫിക് സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഹിഗുറാമിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. സോ നമ്മൾ മെഗുമി പോയി കഴിഞ്ഞാൽ ഹിഗുറാമ അല്ല മറിച്ച് റെജി പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കാണിക്കാൻ. സോ ഇവരുടെ മെയിൻ ജോലി പറഞ്ഞാൽ ഓരോ പ്ലേയേഴ്സിനെയും കൺവിൻസ് ചെയ്തിട്ട് ഈ ഒരു റെജിൻ്റെ അടുത്ത് എത്തിക്കുന്നതാണ്. സോ അതേപോലെയാണ് നമ്മുടെ മെഗുമിനി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്.
മറുസൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിഗുരാമൻ തപ്പിയിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കുകയാണ് നമ്മുടെ യൂജി ഇപ്പോൾ. സോ അവിടെ നോക്കി കഴിഞ്ഞാൽ ഒരുത്തൻ ഇപ്പോൾ ഒരു ബാത്ത് ടബിൽ കിടക്കുകയാണ്. സോ അത് ആരാ നോക്കി കഴിഞ്ഞാൽ മറ്റാരുമല്ല നമ്മുടെ യൂജി തപ്പി വന്നിട്ടുള്ള നമ്മുടെ ഹിഗുരാമനാണ്. സോ നമ്മുടെ യൂജി നമ്മുടെ ഹിഗുരാമനെ അടുത്ത് പറയാണ്, അതായത് ഞങ്ങൾക്കൊരു കള്ളിങ് ഗെയിമിൽ നിർത്തണം, അതായത് ഒരു റൂൾ ആയിരുന്നു വഴി ഒരു കള്ളിങ് ഗെയിം നിർത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ പറയേണ്ടത്. ബട്ട് അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള ഒരു 100 പോയിന്റ് തന്നെ വേണമെന്നിട്ട് പറയാണ്. സോ അത് നിങ്ങൾ തരില്ലേ പറഞ്ഞിട്ട് നമ്മുടെ ഹിഗുരാമൻ്റെ അടുത്ത് നമ്മൾ യൂജി ചോദിക്കണം. സോ ഈ കാര്യം കേട്ടിട്ട് നമ്മുടെ ഈ ഹിഗുരാമ അപ്പം തന്നെ ഒരു നോ പറയാണ്. അതായത് നമ്മുടെ ഹിഗുരാമ നമ്മുടെ യൂജിനകത്ത് പറയുന്നത് തനിക്ക് എന്തെങ്കിലും ഒരു കള്ളിങ് ഗെയിം നിർത്താണ്ടിരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിയൽ വേൾഡിൽ ഈ ലോ ആരിനെയും പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ ആർക്കും അപ്ലിക്കബിൾ അല്ല. മറിച്ച് നമ്മുടെ ഈ ഒരു കള്ളിങ് ഗെയിം നോക്കുകയാണെങ്കിൽ ഒരുപാട് പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ശിക്ഷിക്കുകയോ കൊല്ലുകയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ നമ്മുടെ യൂജി ഇതെല്ലാം കേട്ടിട്ട് ഇവനൊരു വഴിക്ക് പോകില്ല പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യാൻ എന്നെ റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹിഗുരാമ ആ ഒരു ബാത്റൂമിനെ എണീച്ച് വരികയാണ്. സോ നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ ഒരു ഷിനിഗാമിയും കൂടി നമുക്ക് കാണാം. സോ ഇപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പോൾ നമുക്ക് കേൾക്കാം ഡൊമൈൻ എക്സ്പാൻഷൻ, ഡെത്ത് സെൻറ്റൻസിങ്. നമ്മുടെ ഹിഗുരാമ തൻ്റെ ഡൊമൈൻ എപ്പോൾ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി പറഞ്ഞാൽ ഇതൊരു കോർട്ട് മാർഷലാണ്. സോ ബേസിക്കലി ഒരു കോർട്ടാണ് നമ്മുടെ ഒരു ഹിഗുരാമിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ മെയിൻ വിറ്റ്നസ് ആയിട്ടുള്ളത് നമ്മുടെ യൂജിയാണ്. അതായത് ഇപ്പോൾ ഈ ഷിനിഗാമി യുദ്ധ ജഡ്ജ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിഫെൻസിങ് ലോയറായിട്ടാണ് നമ്മുടെ ഹിഗുരാമ ഈ ഒരു ഡൊമൈൻ തന്നെ ഉള്ളത്. അതായത് നമ്മുടെ യൂജി എന്തൊക്കെ ശ്രമിച്ചിട്ട് ഈ ഒരു കോർട്ടിനുള്ളിൽ നമ്മുടെ ഹിഗുരാമിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ യൂജിക്കെതിരെ ഒരു പുതിയ കേസ് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ എവിഡൻസ് നമ്മുടെ ഹിഗുരാമിൻ്റെ കയ്യിലുണ്ട്. സോ നമ്മുടെ യൂജി നമ്മുടെ ഹിഗുരാമിൻ്റെ അത് ചോദിക്കുന്നുണ്ട്, അതായത് ഞാൻ ഈ ഒരു കേസിൽ ഗിൽറ്റിയാണ് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ എനിക്ക് സംഭവിക്കാമെന്ന് പറയുന്നത്, അതായത് ഞാൻ തെറ്റുകാരനായി കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. സോ നമ്മുടെ ഹിഗുരാം പറയുന്നത് എനിക്കതൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്കിപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. 1 സൈലൻ്റ് ആയിരിക്കുക, 2 എനിക്കതിന് കൺഫസ് ചെയ്യാം, നീ തെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൺഫസ് ചെയ്യാം, 3 പറയുന്നതാണ് എനിക്ക് ഡിനയൽ, അത് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബാധിക്കാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹിഗുരാമ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂജി ശരിക്കും ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് എന്നെ ഡിനേ ചെയ്യാണ്, അതിനെ എതിർക്കാണ്, ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നെ നമ്മുടെ യൂജി പറയാണ്. സോ നമ്മുടെ യൂജി ഈ ഒരു കേസ് എന്നെ ഡിനേ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഹിഗുരാമിൻ്റെ കയ്യിലുള്ള ഈ ഒരു എവിഡൻസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ കോർട്ട് പറയാണ്. സോ ഒരു എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂജി ഈ ഒരു കേസിന് എന്നെ തെറ്റുകാരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോടതി കണ്ടെത്താം. നമ്മുടെ യൂജി ഗിൽറ്റാൻ അറിഞ്ഞ് നമ്മൾ കോർട്ട് അപ്പം തന്നെ ഒരു ഓർഡർ പാസ്സാക്കണം കോൺസിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ യൂജിക്കെതിരെ. സോ നമ്മുടെ യൂജി തൻ്റെ ബോഡി ഫുള്ളും ചെക്ക് ചെയ്യണം. അതായത് താൻ ഗിൽറ്റാണ് കഴിഞ്ഞിട്ടും തൻ്റെ ബോഡിക്ക് ഒരു മാറ്റമൊന്നും സംഭവിച്ചില്ലല്ലോ പറഞ്ഞിട്ട് നമ്മുടെ യൂജി ഇരിക്കണം. സോ ഇവൻ ബോഡി ഇങ്ങനെ നോക്കുന്ന ടൈം വയ്ക്കുന്നത് നമ്മുടെ ഹിഗുരാമ തൻ്റെ കയ്യിലുള്ള ഹാമർ വെച്ചിട്ട് നമ്മുടെ യൂജിനെ എടുത്തിട്ട് അടിക്കുന്നത്. സോ നമ്മുടെ യൂജി എന്തൊക്കെ ശ്രമിച്ചിട്ടും തൻ്റെ ബോഡിയിലുള്ള ഈ ഒരു കേസ് എനർജി പുറത്തേക്ക് വരുന്നില്ല. സോ നമ്മുടെ ഹിഗുരാമ അതുപോലെ തന്നെ നമ്മുടെ യൂജിൻ്റെ ആയിട്ടുള്ള ഇൻറ്റൻസ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അപ്പോഴായിരിക്കും നമ്മുടെ ഹിഗുരാമ ഈ ഒരു കാര്യം പറയുന്നത്, അതായത് ഈ ഗിൽറ്റാണെന്ന് നമ്മുടെ കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കോൺസിഫിക്കേഷൻ കൊടുക്കും. സോ ഒരു ബേസിക്കലി ഒരു കോൺസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കേസ് ടെക്നിക്ക് അയാൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ തന്നെ അയാളുടെ കേസ് എനർജി. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹിഗുരാമിൻ്റെ ഏകദേശം എല്ലാ അറ്റാക്കും നമ്മുടെ യൂജി ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ഹിഗുരാമ എന്നെ നെട്ടാണ്. കാരണം അതായത് ഈ ഒരു കേസ് ടെക്നിക്കും അതുപോലെ തന്നെ എനർജി യൂസ് ചെയ്യാൻ സാധിക്കാത്ത ആൾക്ക് എങ്ങനെയൊക്കെ ഇത്ര ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് വരിക പറഞ്ഞിട്ട് ആലോചിക്കുകയാണ്. ഓക്കെ ശരി, ഇത്രയ്ക്ക് ആയാൽ പറഞ്ഞാൽ നമ്മുടെ ഹിഗുരാമൻ തൻ്റെ അൾട്ടിമേറ്റ് പവർ തന്നെ എടുത്തിട്ട് നമ്മുടെ യൂജിനെ അറ്റാക്ക് ചെയ്യണം. സോ അതിൽ നമ്മുടെ യൂജിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. സോ ആ ടൈമിലേക്ക് നമ്മുടെ യൂജി ഈ ഒരു കോർട്ടിനെ ലൂപ്പ് ഹോൾ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുക. സോ അപ്പോഴേക്കും നമ്മുടെ യൂജി പെട്ടെന്ന് ഒരു കാര്യം പിന്നെന്ത്. സോ അപ്പം നമ്മുടെ ഹിഗുരാമിൻ്റെ നമ്മുടെ യൂജി പറയുന്നത് എനിക്ക് റീട്രയൽ തന്നെ വേണം എന്നിട്ട് പറയാം. സോ നമ്മുടെ ഹിഗുരാമി അതുപോലെ നമ്മുടെ ജഡ്ജും ഈ ഒരു കാര്യത്തിന് സമ്മതിക്കണം. ഓക്കെ, കോർട്ടിൽ നിന്ന് റീട്രയൽ കിട്ടി. അടുത്ത കേസ് നമ്മൾ കോർട്ട് ഇറക്കുന്നത് പറഞ്ഞാൽ ഈ ഷിബി ഇൻസിഡൻറ്റ് മാസ് മർഡറിന് കാരണമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂജിക്കെതിരെ കേസ് വരികയാണ്. സോ ഇതിലൊന്നും പറയാൻ സാധിക്കണം നമ്മുടെ യൂജി പറയുന്നുണ്ട്, ഞാനത് സമ്മതിക്കുന്നു, ഞാനിതിന് ഗിൽറ്റിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂജി പറയുന്നുണ്ട്. സോ ഗിൽറ്റി കണ്ടെത്തിയ നമ്മുടെ കോർട്ട് നമ്മുടെ യൂജിക്കെതിരെ ഡെത്ത് പെനാൽറ്റി തന്നെ കൊടുക്കുകയാണ്. സോ നമ്മുടെ യൂജിക്ക് ഇപ്പോൾ കോൺസിഫിക്കേഷന് മേലെ ഡെത്ത് പെനാൽറ്റി കിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ ഹിഗുരാമിൻ്റെ കയ്യിലുള്ള ഹാമർ വഴി ഇപ്പോൾ ഒരു എക്സിക്യൂഷൻ സോഡ് തന്നെ ആയിട്ടുണ്ട്. അതായത് ഈ ഒരു എക്സിക്യൂഷൻ സോഡ് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഏതൊരു പേഴ്സണും ആ സ്പോട്ടിൽ തന്നെ മരിക്കും. സോ നമ്മുടെ യൂജി അതുപോലെ തന്നെ ഹിഗുരാമായിട്ടുള്ള അടുത്തൊരു ഇന്ത്യൻ ഫൈറ്റ് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കേസ് ഇത് നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. സോ ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾ മാക്സിമം അത് ചെക്കൗട്ട് ചെയ്യുക. സോ നമ്മൾ ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അത് കഴിയുമ്പോഴേക്കും നന്ദി, നമസ്കാരം.